നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ദീപ സാരവിനെ വലിച്ചു കീറുന്നുണ്ട്. കാരണം സാരവിനോടുള്ള ദേഷ്യം ദീപയ്ക്ക് തീരുന്നുണ്ടായിരുന്നില്ല. അവള് വലിയ ആളും കളിച്ച പ്രകാശനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. പിന്നെ ദീപ വിട്ടുകൊടുക്കോ? മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം അങ്ങോട്ട്. മൊത്തം അങ്ങോട്ട് വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞില്ലെങ്കിലും ഏകദേശം മനസ്സിലാവുന്ന രീതിയിലാണ് പറയണേ. ശാരിക്കാണ് ഒന്നും മിണ്ടാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സരുവിനെ വെല്ലുവിളിച്ചിട്ട് ദീപ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും സരു പറഞ്ഞു, അല്ലമ്മേ അവരെന്താ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. എന്ത്? അല്ല അമ്മയ്ക്ക് എന്തോ കാര്യങ്ങളൊക്കെ അറിയാം. സത്യം പറ, അമ്മ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടിരിക്കും. ഞാനെന്തു മറച്ചു വെക്കാനാ? ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല എന്ന് പറയാണ്. ഒന്നും വിട്ടു പറയാൻ പറ്റില്ല. എന്തേലും തന്റെ നാവിന്ന് വീണു പോയിട്ടുണ്ട് പിന്നെ അത് മതി. അതവളെ പിടിച്ച് അത്തേ പിടിച്ച് കയറും. പിന്നെ ഇനി മനോഹറിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും. അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ തന്റെ മോളെ തനിക്ക് നഷ്ടപ്പെടും. ആ ഒരു ചിന്ത ശാരിയുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ശാരി ക്ഷേത്രത്തിൽ പോയി മനോരി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവാനെ എൻ്റെ മോളുടെ ജീവൻ കാത്തോണേ. കാരണം ആ മനോഹറിന്റെ ചതി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ എങ്ങനെ പിന്നെ മുന്നോട്ട് പോകുന്നത് പോലും അറിയത്തില്ല. ഒരു പക്ഷേ ഇത് അറിയുന്ന നിമിഷം അവൾ വല്ല ആത്മഹത്യയും ചെയ്യുന്നിരിക്കും. അവൾക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ആ കള്ളനെ, ആ ദുഷ്ടനെ എത്രയും പെട്ടെന്ന് എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണേ എന്നൊക്കെ മനോരി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് സരുവിന്റെ മനസ്സിലെ പ്രാർത്ഥന, കിരണും കല്യാണിക്കും എന്തെങ്കിലും ഒരു ആപത്ത് വരണമെന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. ആ ദുഷ്ടക്കൂട്ടങ്ങള് കണ്ണുമുന്നിൽ കൂടെ ഇങ്ങനെ രാജാക്കന്മാരെ പോലെ നടക്കുകയാണ്. അത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല സരുവിന്. എന്തൊക്കെ വന്നാലും ശരി, ഒരു കാരണവശാലും ഒരു ഗതി പിടിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് സരുവിന്റെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം സരുവ് മുറിയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും ശാരി ആകെപ്പാടെ വിഷമിച്ചോടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് മനോഹറിന്റെ വരവ്. മനോഹർ പുറത്തു പോകാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ മനോഹറിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരിക്ക് നല്ല ദേഷ്യം വന്നു. ശാരി പറഞ്ഞു, അല്ല നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ പറഞ്ഞു, ഞാൻ ഈ വീടിനകത്ത് കയറി കുത്തിപ്പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ മോളെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എനിക്ക് എന്ത് പ്രയോജനം കിട്ടാനാന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു, ഇവിടെ ഒന്ന് പതുക്കെ പറയടാ, അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇപ്പം നിന്റെ മേൽ നല്ല സംശയം ഉണ്ടെന്ന് പറയണം. ഓ സംശയം ഉണ്ടായിക്കോട്ടെ, എനിക്കിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മോളെ ഞാൻ ആജീവനാന്തകാലം നോക്കുന്നു. ഞാൻ ആർക്കും കരാർ എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലാന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം ശാരി പറഞ്ഞു, നീ ഒന്ന് ഒഴിവായി തരാവോ? അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയണം. എൻ്റെ മോള് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ദൈവത്തെ ഓർത്ത് നിന്റെ ചതി അവൾ തിരിച്ചറിയുന്നതിന് മുമ്പ് നീ അങ്ങോട്ടേക്കൊന്ന് പോവാണേ അതാ നല്ലതെന്ന് പറയണം. അത് കേട്ടും മനോഹർ പറഞ്ഞു, തരാന്ന് പറഞ്ഞ പണം നിങ്ങൾ എനിക്ക് തന്നേ മതിയാവുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു, എടാ തരാന്ന് പറഞ്ഞ പണം തരാതിരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടൊന്നുമില്ല, തരാൻ വേണ്ടി ഞങ്ങൾ നോക്കുകയും ചെയ്താണ്. ആ സമയത്തല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. രൂപ കാല് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചോന്ന് ചോദിക്കുകയാണ്. ആ രൂപയുടെ പണത്തിലായിരുന്നു ഞങ്ങൾക്ക് ഒരു നോട്ടം. എല്ലാ പ്രതീക്ഷകളും ഞങ്ങളുടെ അസ്തമിച്ച് പോയില്ലെന്ന് ചോദിക്കുക. എടാ എൻ്റെ മോളുടെ സ്വർണം പണമൊക്കെ നീ അടിച്ചു മാറ്റിയില്ലേ? എടാ ഇപ്പോഴും ഉണ്ടോടാ അത്? എടാ കുറച്ചെങ്കിലും അവൾക്ക് ബാക്കി കൊടുക്കണോടാ. പാവ എൻ്റെ മോള്. എടാ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തായിരിക്കുന്നേ. ആ പണവും സ്വർണം മൊത്തം അടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോലടാ. അതോ ഇനി നീ മൊത്തം നശിപ്പിച്ചോന്ന് ചോദിക്കാം. അതെ, നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ തരാന്ന് പറഞ്ഞ പണം എനിക്ക് ആദ്യം താ, അല്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ സ്വർണവും പണവും ഒക്കെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് മനോഹർ പുറത്തേക്ക് ഇറങ്ങി പോവാ. വല്ലാത്തൊരവസ്ഥയിപ്പോ ഈ ശാരിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. ആ സമയം മനോഹർ പുതിയൊരു മേച്ചിൽപ്പുറം തേടിയിട്ടുണ്ടായിരുന്നു. മനോഹറിന് പുതിയൊരു കിളിയെ കിട്ടി. അപ്പൊ അതിന്റെ പുറകെ പോയതാ. അപ്പൊ അത് വിളിച്ചു കഴിഞ്ഞപ്പോ ആ പുറകെ പോയതാണ്. ഈ സമയം മുറിയിലേക്ക് എന്ന് ചെയ്യുമ്പോഴത്തേനും സരുവിന്റെ മനസ്സിൽ ചില ടെൻഷനുകളൊക്കെ ഉണ്ടാവണം. മനുവേട്ടൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ക്ലയന്റിനെ കാണാനൊക്കെയാന്ന് പറഞ്ഞ് പോയത്. എന്തോ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഒരു പക്ഷെങ്കിൽ ആ ദീപ ആ കല്യാണിന്റെ അമ്മ പറഞ്ഞ പോലെ എന്തേലും ആയിരിക്കോ? തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണോ മനുവേട്ടൻ? ഒന്നും ഒരിടത്തും അങ്ങോട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ സരിയും എന്താണ് മനോഹർ പോയ പുറകെ തന്നെ പോയിട്ട് ഇറങ്ങി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും ശാരി ചോദിച്ചു, അല്ല മോളെ നീ ഇത് എങ്ങോട്ടാ പോണെന്ന് ചോദിക്കാം. എന്താമേ എനിക്ക് പുറത്തേക്ക് പോയി കൂടെ? എങ്ങോട്ട് പോന്നു, എന്ത് ചെയ്യുന്നൊക്കെ എല്ലാം ഞാൻ ബോധിപ്പിച്ചിട്ട് വേണം പോകാനെന്ന് ചോദിക്കും. അല്ല മോളെ അത് പിന്നെ ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം. അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് ആരും തിരക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. എന്നാലും ഇവൾക്ക് ഇത് എന്ത് പറ്റി? ദൈവമേ, ഇനിയിപ്പം മനോഹറിനെ എങ്ങാനും പിന്തുടർന്ന് പോകുന്നതാണോ? അവന്റെ എങ്ങാനും കള്ളക്കളികൾ ഇവള് കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ശാരിയുടെ മനസ്സിൽ. അങ്ങനെ എങ്ങാനും ആണെങ്കിൽ ചിലപ്പം അവൻ്റെ അടുത്ത് എന്തെങ്കിലും ഇവിടെ ചെന്ന് വാവിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയും അവളുടെ അമ്മ സരുവിൻ്റെ അമ്മ താനല്ലെന്നുള്ള കാര്യം. ഇപ്പം
ശാരിയുടെ വിചാരം ഇതുവരെ ആയിട്ടും അവർക്ക് അറിയത്തില്ല, അവൾക്കറിയത്തില്ല, സരുവിനെ അറിയത്തില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ അറിയാന്നുള്ള കാര്യം അറിയാണെങ്കിൽ പണ്ടേ മനോഹറിനെ അടിച്ചിറക്കി വിട്ടേനം. പക്ഷേ മനോഹർ അത് ഇവളോട് പറയുന്നൊരു പേടി ശാരിയുടെയും രാഹുലിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മനോഹറിനെ പേടിച്ച് അവരവിടെ നിൽക്കുന്നതല്ലേ. ഈ സമയം ദീപ വീട്ടിലേക്ക് ഇല്ലുവാണ് ക്ഷേത്രത്തിൽ നിന്ന്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും കല്യാണി ഭാനുമതിയമ്മ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദീപ പറഞ്ഞു, ഇന്ന് ഞാൻ ഒരുത്തിയ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു പറയണം. കല്യാണി ചാരെ അപ്പുറത്തെ സരുവിനെന്ന് പറയണം. എന്നിട്ടോ അവൾ എന്തേലും പറഞ്ഞുകൊണ്ട് വന്നോ എന്ന് ചോദിക്കണം. പറഞ്ഞുകൊണ്ട് വന്നോ? അവൾക്ക് പറയാനുള്ള ആരെക്കുറിച്ചാണെന്നറിയോ? ആ പ്രകാശനെ കുറിച്ചായിരുന്നു പറയണേ. പ്രകാശനെ കുറിച്ചോ? പ്രകാശനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രകാശനെ കുറിച്ച് പറയാൻ ചെറിയ കാര്യമൊന്നും അല്ല. ഇപ്പൊ ഒരു നേരത്തിന് ആഹാരത്തിനും വകയില്ലാതെ അതിലൂടെ തെണ്ടി തിരിഞ്ഞ് അടക്കുവാന്ന്. 3 നേരമായി ആഹാരം കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് സരുവിന്റെ ഒക്കെ മുന്നിൽ വന്നെന്ന്. സരയു ഏതാണ്ട് നക്കാപ്പിച്ച പൈസ വെച്ചു കൊടുത്തെന്ന്. എന്നോട് പറയാം, ഒന്നുമല്ലേലും നിന്റെ ഭർത്താവല്ലേ, നിനക്ക് കൊണ്ടേ നോക്കിക്കൂടെന്ന്. അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടാ വന്നേന്ന് പറയണം. അല്ല എന്താ അമ്മയോളോ എന്തേലും വാവിട്ട് പറഞ്ഞു എന്ന് ചോദിക്കണം. അമ്മ പിന്നെ എന്തേലും പറഞ്ഞോ? പിന്നെ അല്ലാതെ വെറുതെ വിടാൻ പറ്റുമോ? ഞാൻ ആദ്യം എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നാ മനോഹറിനെ കുറിച്ചുള്ള വെട്ടി വിളിച്ച് പറഞ്ഞാലോ ഓർത്താ. പിന്നെ ഞാൻ ഓർത്തു, മോള് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് കൂടുതലായിട്ടൊന്നും പറയരുന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അവൾക്ക് സംശയം ഉണ്ടാകത്തക്ക രീതിയിൽ മനോഹറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എന്താണ് അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു, കുറെ കാലമായി അവൾ അഹങ്കരിക്കുന്നു പറയണം. അതെ, ഇന്നത്തോടെ അവളുടെ അഹങ്കാരത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. മിക്കവാറും കണ്ടു ഇന്നത്തോട് കൂടിയിട്ട് അവളുടെ ഭർത്താവിന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന് പറയണം. ഇത് കേട്ട് ഞാൻ ഭാനുമതിയും പറഞ്ഞു, എന്നാലും അവൾക്കൊരു മാനസാന്തരം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇതേ സൂക്ഷിക്കണം കേട്ടോ. അവറ്റകൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളില്ല. ഏതും ചെയ്യാൻ മടിയില്ലാത്തവളാ ആ സരിയുമൊക്കെ. കാരണം ഇപ്പോഴാണെങ്കിൽ കല്യാണിമോളൊക്കെ നല്ല ഉയർന്ന രീതിയിൽ തന്നെ ജീവിക്കുന്നത്. അതുകൊണ്ട് അസൂയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയണം. അവർക്ക് നല്ല വീഴ്ചയുടെ സമയമാണ്. പോരാത്തിന് മോള് നന്നായിട്ട് ജീവിക്കുന്നു. അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് പറയണം. പിന്നീട് ഭാനുമതിയും പറഞ്ഞു, എന്താണേലും പ്രകാശൻ എൻ്റെ മോനാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണി മോള് എന്ന പൈസ പോലും ഞാൻ അവന് കൊടുത്തിട്ടില്ല. അവന് ഇത്തിരി അനുഭവിക്കണം മോളെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പൈസ വെച്ച് കൊടുക്കാറുന്നത്. അവൻ തെണ്ടട്ടെ, അവൻ നന്നായിട്ട് തെണ്ടട്ടെ. എങ്കിൽ മാത്രമേ മോളുടെ വില മനസ്സിലാവുള്ളൂ. എന്നെങ്കിലും ഒരിക്കലും മോളുടെ മുന്നിലേക്ക് അവൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൈ നീട്ടിക്കൊണ്ട് ഇനിയും മിക്കവാറും ആ പഴയ പ്രകാശനായിരിക്കില്ല. അവന്റെ മനസ്സ് മാറുവാണ് അവന് തന്നെ കൊള്ളാന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു, എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഒരു ആഹാരത്തിന് കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ദീപ പറഞ്ഞു, ബുദ്ധിമുട്ടട്ടെ, അങ്ങനെയാണെങ്കിൽ വില മനസ്സിലാവുള്ളൂ. മോളെ എത്ര നാൾ പട്ടിണി കിട്ടുന്നുണ്ടോന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഭാനുമതിയും പറഞ്ഞു, അത് ശരിയാ, ഞാനും കൂടെ ചേർന്നിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കഞ്ഞിവെള്ളം മാത്രം തന്നുകൊണ്ടിരുന്നേ. ആടിനും കന്നാലിക്കും ഒക്കെ കൊടുക്കുന്ന കഞ്ഞിവെള്ളം മാത്രം. ഇപ്പോഴും ഞാൻ അതിൻ്റെയൊക്കെ വേദനയും വിഷമങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. എൻ്റെ മോള് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല അന്നൊന്നും. എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ കല്യാണിയോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അമ്മൂമ്മേ, അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞാന്ന് പറയണം. എന്നാലും എനിക്കത് മറക്കാൻ പറ്റില്ല മോളെ. നിന്റെ അന്നത്തെ ആ മുഖവും വേദനയൊക്കെ ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം ദ്രോഹം ചെയ്തതെന്നറിയാവോ? എന്നിട്ടും ഇപ്പോഴും ആ പ്രകാശന് മനസ്സ് മാറാനായിട്ട് തയ്യാറല്ല. പ്രകാശം കണ്ടില്ലേ, എൻ്റെ മോളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നടക്കണേ. അങ്ങനെയുള്ള ഒരുത്തനെ ഞാൻ വീണ്ടും വെച്ച് വാർപ്പിക്കണോ? അതുകൊണ്ട് മാത്രം അവൻ്റെ കാല് ഞാൻ തല്ലി ഓടിച്ചേ. ഇനി എൻ്റെ മോളെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ മറ്റേ കാല് ഞാൻ തല്ലി ഓടിക്കും. അവൻ്റെ കൈയും കൂടെ തല്ലി ഓടിച്ച് വിടുമെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ പറഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാതെ തന്നെ അയാൾ ഏകദേശം അടിയെ പോയ മട്ടിലാണ്. ആ സരുവിൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇനിയിപ്പോൾ കയറി കിടക്കാൻ ഒരു ഇടവില്ലാതെ പിച്ച് തണ്ടി വല്ലവരുടെ അഭയത്തിൽ വേണം കഴിയാനായിട്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, നോക്കട്ടെ, അങ്ങനെ അങ്ങോട്ട് പോട്ടെ. കാരണം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിലയൊക്കെ മനസ്സിലാവില്ല. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ, ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും. പക്ഷെ ഇനിയെങ്കിലും നമ്മുടെ വില മനസ്സിലാവണമെങ്കിൽ അയാൾ ഒരു പാഠം പഠിക്കണം, അയാൾ കുറച്ച് അനുഭവിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.